ഓക്കെ, ശ്രീ നിർമ്മൽ എബ്രഹാം, ഇതിൽ പ്ലാൻ ബിയെ കുറിച്ച് പറയുമ്പോൾ ധനമന്ത്രി പറയുന്ന കണക്കുകൾ നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ അത് സ്കിപ്പ് ചെയ്ത് വിട്ടു. പക്ഷേ കേന്ദ്രം ഇന്ന് ലോക്സഭയിൽ തന്നെ അതിന് മറുപടി നൽകിയ ഒരു സാഹചര്യത്തിൽ അതേക്കുറിച്ച് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. 57,000 കോടിയുടെ വരുമാനക്കുറവ് വരുത്തി എന്നാണ് ഇന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ കണക്കും അദ്ദേഹം എങ്ങനെയാണ് അതിന്റെ ഡിവിഷൻസ് എന്നുള്ളതും ആ ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമാണ്. 63,430 കോടി നൽകി എന്ന് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ കണക്ക് നൽകിയിരിക്കുകയാണ്. ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യമുണ്ടായിരുന്നു, ഈ വരുമാനക്കുറവ് വരുത്തിയോ എന്ന ചോദ്യമാണ് വന്നത്. അതിന് പങ്കജ് ചൗധരി കൊടുത്തിരിക്കുന്ന കണക്ക് അങ്ങനെയാണ്. 2020 മുതൽ 2024 ജനുവരി വരെ നികുതി വിഹിതമായി നൽകിയ തുകയുടെ കണക്ക് അതനുസരിച്ച് 63,430.93 കോടി ഇത്രയും കൊടുത്തിട്ടുണ്ട്. GST നഷ്ടപരിഹാരമായി 28,054 കോടി കൊടുത്തു. ബാക്കിയുള്ള 737.88 കോടി നൽകാനുള്ള നടപടി സ്വീകരിച്ചു. അതാണ് ഇന്നിപ്പോൾ കേന്ദ്രം ഈ ബജറ്റ് വന്നതിന് ശേഷം കൊടുത്തിരിക്കുന്ന മറുപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കണക്കുകൾ, ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണോ ശ്രീ നിർമ്മൽ എബ്രഹാം? ഇല്ല, എൻ്റെ ഒരു അഭിപ്രായം ഒരു പക്ഷേ ഇച്ചിരി എക്സ്ട്രീം ആയിരിക്കും. എങ്കിലും പ്ലാൻ ബി ആണ് യഥാർത്ഥത്തിൽ പ്ലാൻ. ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പറയുന്ന പദ്ധതികൾ പലതും ഈ പറയുന്ന പ്രോമിസുകളുടെ പകുതിയും നടപ്പിലാക്കാൻ സാധിക്കില്ല. അത് നിശ്ചയമാണ്. അതിനുശേഷം അടുത്ത ബഡ്ജറ്റിലോ അല്ലെങ്കിൽ 2026 പോപ്പുലസ് ബഡ്ജറ്റിലോ പറയാൻ പോകുന്നത് ഇത് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് ഒറിജിനലി പ്ലാൻ ബി എന്ന് പറയുന്നതാണ് പ്ലാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ GST നഷ്ടപരിഹാരത്തിന്റെ കേസിൽ അദ്ദേഹത്തിന് പറയാൻ അവകാശമില്ല. കാരണം 5 വർഷമായിരുന്നു അതിന്റെ പീരീഡ്. എല്ലാ സ്റ്റേറ്റുകൾക്കും അത് അവസാനിച്ചു. അതുകൊണ്ട് 12,000 കിട്ടുന്നില്ല അല്ലെ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അതേപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് കിട്ടിയതും കേരളത്തിനാണ്. സോ അതുകൊണ്ട് അത് പറയുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു കമ്പാരിസൺ എടുത്താൽ ഞാൻ രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള കർണാടകയും തമിഴ്നാടും യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പോണ്ടിച്ചേരിയും തെലങ്കാനയും ആന്ധ്രാപ്രദേശിനും ഒക്കെ ഇതേ അവസ്ഥയില്ല. ഇൻഫാക്ട് കർണാടകത്തിന് നമ്മുടെ ഇരട്ടി നഷ്ടമാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും അവിടെയൊന്നും സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുന്നു, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലാതെ വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ്. You are watching Reporter Evening Show.